ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ലോക ഭിന്നശേഷി ദിനമാണ്. ശരിക്കും ഈ ദിനം ഇങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ട് ഇടനാഴിയിലൂടെ വരുമ്പോൾ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കഴിഞ്ഞ 3 കൊല്ലത്തിനിടയിൽ 30 ഭിന്നശേഷിക്കാരാണ് കേരളത്തിൽ അസ്വാഭാവികമായി മരിച്ചത്. എന്ന് വെച്ചാൽ കൊല ചെയ്യപ്പെട്ടു എന്ന് വേണമെങ്കിൽ വിശ്വാസം. ഇതിൽ കൂടുതലും മാതാപിതാക്കളാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇവരെ കൊണ്ടു നടക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടെന്ന തോന്നലിൽ മാതാപിതാക്കൾ തന്നെ ഇവരുടെ അന്ത്യം കുറിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല, ഇൻ കേസ് മാതാപിതാക്കൾ ഇല്ലാതായാൽ ഇവരെ രക്ഷിക്കാൻ പറ്റുന്ന ഒരു സാമൂഹിക സാഹചര്യമോ ഒരു പാർക്കാൻ പറ്റിയ സ്ഥലമോ ഒന്നും കേരളത്തിൽ കാര്യമായി ഇല്ല എന്നതാണ് തങ്ങൾക്ക് ശേഷം ഒരു വല്ലാതെ ബുദ്ധിമുട്ടുമെന്ന് കരുതി മാതാപിതാക്കൾ തന്നെ ഇങ്ങനെയുള്ള കുട്ടികളെ കൊലപ്പെടുത്തി കളയുന്നത്. സമൂഹം ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ നമ്മുടെ പ്രൈം ടൈം പരിപാടിയിൽ നമ്മൾ ഈ ഒരു വാർത്ത സെപ്പറേറ്റായി ഉൾപ്പെടുത്തുന്നത് ജനങ്ങളുടെ കണ്ണു തുറക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ലോക ഭിന്നശേഷി ദിനമാണ്. ഈ ദിവസത്തിൽ സമൂഹം ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇടനാഴിയിൽ പറഞ്ഞത്. സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാരുടെ അസ്വാഭാവിക മരണം വളരെ കൂടുന്നു. 3 കൊല്ലത്തിനിടെ 30 ജീവനുകൾ പൊലിഞ്ഞു എന്നുള്ളത് ഏറ്റവും നമ്മളെ സങ്കടപ്പെടുത്തുന്നു. ഭൂരിഭാഗം കേസുകളും മക്കളെ കൊന്ന് രക്ഷിതാക്കൾ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളാണ്. സേവ് ദ ഫാമിലി കൂട്ടായ്മയുടെ പഠനങ്ങളിലാണ് ഈ കാര്യം വ്യക്തമായത്. ഇതൊരു 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ന്യൂസ് ആണ്. അതിലേക്ക് നമുക്ക് ആദ്യം കടക്കാം. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരിൽ 3 വർഷത്തിനിടെ സംസ്ഥാനത്ത് മാതാപിതാക്കളാൽ കൊല്ലപ്പെട്ടത് 18 പേർ. പിന്നീട് രക്ഷിതാക്കൾ ജീവനൊടുക്കുകയും ചെയ്യുന്നു. ഇത്തരം സംഭവങ്ങളിലായി സംസ്ഥാനത്ത് 2022 മുതൽ ഇതുവരെ പൊലിഞ്ഞത് 30 ജീവനുകൾ. ബുദ്ധിമാന്ദ്യം ഉള്ളവരുടെ രക്ഷിതാക്കളുടെ കൂട്ടായ്മയായ സേവ് ദ ഫാമിലി സംസ്ഥാന പ്രസിഡന്റ് കെ മുജീബ് നടത്തിയ പഠനങ്ങളിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാകുന്നത്. 18 വയസ്സുവരെ വിവിധയിടങ്ങളിൽ പഠിക്കാൻ കുട്ടികൾക്ക് അവസരമുണ്ട്. എന്നാൽ പിന്നീട് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടാൻ വിധിക്കപ്പെടുന്നു. ഇത് രക്ഷിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഉണ്ടാക്കുന്ന മാനസിക സംഘർഷം ചെറുതല്ല. പലവിധത്തിലുള്ള ആശങ്കകളിലൂടെയാണ് ഇത്തരത്തിലുള്ള ഓരോ മാതാപിതാക്കളും തങ്ങളുടെ നിത്യജീവിതം കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ കാലശേഷം ഈ മക്കളെ ആര് പരിചരിക്കും, ആര് സംരക്ഷിക്കുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ലഭിക്കാതെ വരികയും കുടുംബത്തിലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ മൂലവുമൊക്കെയാണ് ഇത്തരത്തിൽ ഓരോ കുടുംബങ്ങളിലും ഒന്നിനു പിറകെ മറ്റൊന്നായി അനർത്ഥങ്ങൾ തുടർക്കഥകളായി മാറിക്കൊണ്ടിരിക്കുന്നത്. അമ്പലപ്പുഴയിൽ 30 വയസ്സുള്ള ഭിന്നശേഷിക്കാരനെ കൊന്ന് അമ്മ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത സംഭവം. തിരുവനന്തപുരം ചിറയൻകീഴിൽ ഭിന്നശേഷിക്കാരിയായ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് അമ്മ കൊലപ്പെടുത്തിയത്. മകൻ ഭിന്നശേഷിക്കാരനായതിന്റെ മാനസിക സംഘർഷത്തിൽ മലപ്പുറത്തുണ്ടായ കൂട്ട ആത്മഹത്യ. കാസർഗോഡ് 28-കാരിക്ക് വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം അമ്മയുടെ ആത്മഹത്യ. അങ്ങനെ ആവർത്തിക്കുന്ന സംഭവങ്ങൾ ആശങ്കപ്പെടുത്തുകയാണ്. ഭിന്നശേഷിക്കാരുടെ സംരക്ഷണത്തെക്കുറിച്ചുള്ള രക്ഷിതാക്കളുടെ ആശങ്കയാണ് ഇത്തരം കൊലപാതകങ്ങൾക്ക് വഴിവെക്കുന്നത്. സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്ന ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഒന്നും ഈവൻ ഇപ്പോൾ ഞാൻ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ താമസിക്കുന്ന ഒരാളാണ്. ഒരു BRC സെൻറ്റർ പോലും കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലില്ല. പിന്നെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്തെടുക്കുന്നത് കൊണ്ട് നല്ലൊരു വിഭാഗം കുട്ടികളും കോർണർ ചെയ്യപ്പെടുകയാണ്. ഈ ആഫ്റ്റർ 18 ശേഷം ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺസർട്ടനിറ്റിയിൽ തന്നെയാണ്. മാതാപിതാക്കളുടെ മരണശേഷം ഭിന്നശേഷിക്കാരെ പരിചരിക്കുന്നതിന് പുനരധിവാസമോ പരിചരണ കേന്ദ്രമോ ഉണ്ടെങ്കിൽ അത് വലിയ ആശ്വാസമാകും. ഇത്തരം വെല്ലുവിളികൾ നേരിടുന്നവർക്കായി ഓട്ടിസം സെന്ററുകൾ, റീഹാബിലിറ്റേഷൻ സെന്ററുകൾ, തെറാപ്പി സെന്ററുകൾ, പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങി വിവിധ പദ്ധതികൾ സർക്കാർ നടപ്പാക്കുന്നുണ്ട്. എന്നാൽ ഈ സംവിധാനങ്ങളുടെ പോരായ്മയാണ് മരണനിരക്ക് ഉയരുന്നതിലൂടെ പുറത്തുവരുന്നത്. വിഷയത്തിൽ വിശദമായ പഠനവും പരിഹാരവും അനിവാര്യമാണ്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രത്തിനും കേരളത്തിനുമിടയിൽ പാലമായത് ജോൺ ബ്രിട്ടാസ് MP ആണെന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രസ്താവനയിൽ വിവാദമുണ്ടായിരിക്കുന്നു. കേരളം പദ്ധതിയിൽ ഒപ്പുവയ്ക്കാൻ സമ്മതം അറിയിച്ചിരുന്നുവെന്നും പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് അറിയില്ലെന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയിൽ പറഞ്ഞു. എന്നാൽ കരാർ ഒപ്പുവയ്ക്കാൻ താൻ മധ്യസ്ഥ വഹിച്ചിട്ടില്ല എന്നാണ് ജോൺ ബ്രിട്ടാസ് MP പ്രതികരിച്ചത്. CPI നിലപാട് വ്യക്തമാക്കണമെന്ന് KC വേണുഗോപാൽ ഇതിന്റെ പിന്നാലെ ആവശ്യപ്പെടുകയും ചെയ്തു. രാജ്യസഭയിൽ ചോദ്യോത്തരവേളയിൽ കേരളത്തിന്റെ തടഞ്ഞുവെച്ച ഫണ്ടുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടിയായാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ PM ശ്രീ സംബന്ധിച്ച വെളിപ്പെടുത്തൽ നടത്തിയത്. പദ്ധതിക്കായി കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമിടയിൽ പാലമായി നിന്നത് ജോൺ ബ്രിട്ടാസ് ആണ്. പൂർണ്ണ സമ്മതത്തോടെയാണ് PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ കേരളം ഒപ്പുവെച്ചത്. സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി നേരിൽ കണ്ട സമ്മതം അറിയിച്ചിരുന്നുവെന്നും ധർമ്മേന്ദ്ര പ്രധാൻ.
assurance from me. He himself mediate with his state government, with union government. My dear friend John Brittas, I am very thankful to him. He create the bridge between government of Kerala and government of India. At one point of time, they agreed to sign the PM3 MOU. Later on, what compelled them, I don't know. Honorable Minister, Kerala government come to see me. സംസ്ഥാനത്തിന്റെ ഫണ്ടിനായി മന്ത്രിയെ പലതവണ കണ്ടിട്ടുണ്ടെന്നും എന്നാൽ കരാറിൽ ഒപ്പുവെക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ വിഷയമാണെന്നും ജോൺ ബ്രിട്ടാസ് MP. മീഡിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ശിവൻകുട്ടിയുടെ കൂടെ, കേരളത്തിലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ കൂടെ ഞാൻ പലതവണ ശ്രീ ധർമ്മേന്ദ്ര പ്രധാനെ കാണാൻ പോയിട്ടുണ്ട്. PMC കരാറിൽ ഒപ്പിടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞത് സംസ്ഥാന ഗവൺമെന്റിന്റെ കാര്യമാണ്. അതിലൊക്കെ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല, നമുക്കറിയയില്ല. കേന്ദ്രമന്ത്രിയുടെ വെളിപ്പെടുത്തലിൽ CPIയുടെ തീരുമാനം എന്തെന്ന് ബിനോയ് വിശ്വം വ്യക്തമാക്കണമെന്ന് KC വേണുഗോപാൽ MP ആവശ്യപ്പെട്ടു. ഈ CPI ചോദിക്കണ്ടേ? അവരാണല്ലോ ഈ വിഷയം ഉന്നയിച്ച് ക്യാബിനറ്റ് അറിയാതെയാണല്ലോ ഒപ്പുവെച്ചത്. എന്താണ് PMC വിഷയത്തിൽ ധർമ്മേന്ദ്ര പ്രതാപന്റെ പ്രസ്താവനയെക്കുറിച്ച് CPIയുടെ അഭിപ്രായം? ജോൺ ബ്രിട്ടാസ് ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന ആളല്ലെന്നും PM ശ്രീ അടഞ്ഞ അധ്യായമാണെന്നും മന്ത്രി GR അനിൽ പറഞ്ഞു. 24 ഡൽഹി. രാജ്യത്തെ എല്ലാ സ്മാർട്ട് ഫോണുകളിലും സൈബർ സുരക്ഷാ ആപ്പായ സഞ്ചാർ സാഥി ഇൻസ്റ്റാൾ ചെയ്യണമെന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. ആപ്പ് ഫ്രീ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ലെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ആപ്പ് പൗരന്മാരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് പ്രതിപക്ഷം വിമർശനം ഉന്നയിച്ചിരുന്നു. അതിന്റെ പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ പിന്മാറിയത്. രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്നതും വിൽപ്പന നടത്തുന്നതും നിർമ്മിക്കുന്നതുമായ എല്ലാ സ്മാർട്ട് ഫോണുകളിലും സൈബർ സുരക്ഷാ ആപ്പായ സഞ്ചാർ സാത്തി പ്രീ ഇൻസ്റ്റോൾ ചെയ്യണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ പിൻവലിച്ചത്. സഞ്ചാർ സാത്തി ആപ്പിലൂടെ പൗരന്മാരെ നിരീക്ഷിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കമെന്ന് പ്രതിപക്ഷവും കേന്ദ്ര സർക്കാർ നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയില്ലെന്ന ആപ്പിൾ ഉൾപ്പെടെയുള്ള മൊബൈൽ കമ്പനികളും നിലപാട് അറിയിച്ചതോടെയാണ് കേന്ദ്രത്തിന്റെ പിന്മാറ്റം. സാധാരണക്കാരുടെ സുരക്ഷ മാത്രമായിരുന്നു ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു. आम जनता की सुरक्षा और आम जनता को ये फ्रॉड के कैंसर से बचाने के लिए 22,800 करोड़ रुपए का फ्रॉड पिछले वर्ष हुआ था. ആപ്പ് നിർബന്ധമാക്കിയ തീരുമാനം തെറ്റെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാകാം തിരുത്താൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതരായതെന്ന് കോൺഗ്രസ് MP മനീഷ് തിവാരി. Every citizen and resident the right to privacy, and therefore under those circumstances they were compelled to take it back when they realized they were wrong. സഞ്ചാർ സാത്തി ആപ്പിന് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുണ്ടെന്നും അതിനാലാണ് പ്രീ ഇൻസ്റ്റോൾ ചെയ്യേണ്ടതില്ലെന്ന് മൊബൈൽ നിർമ്മാതാക്കൾക്ക് നിർദ്ദേശം നൽകിയതെന്നുമാണ് കേന്ദ്രം പുറപ്പെടുവിച്ച ഔദ്യോഗിക വാർത്താക്കുറിപ്പിലെ വിശദീകരണം. 24 ഡൽഹി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് 1.5 മാസം കൂടി സമയം ഹൈക്കോടതി നീട്ടിക്കൊടുത്തു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിന്റെ FIR ആവശ്യപ്പെട്ടുള്ള EDയുടെ ഹർജി വീണ്ടും പരിഗണിക്കാൻ മജിസ്ട്രേറ്റ് കോടതിക്ക് ഹൈക്കോടതി നിർദ്ദേശവും കൊടുത്തു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ 3ാമത്തെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണെന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്ന കാര്യവും SP S ശശിധരൻ കോടതിയെ അറിയിച്ചു. കേസിലെ 2 പ്രതികളെ ഇനിയും ചോദ്യം ചെയ്യാനുണ്ട്. തെളിവെടുപ്പും പൂർത്തിയാക്കണം. ഇത് പരിഗണിച്ചാണ് കോടതി അന്വേഷണത്തിന് 1.5 മാസം കൂടി സമയം അനുവദിച്ചത്. അന്വേഷണം ശരിയായ ദിശയിലാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിന്റെ FIR ആവശ്യപ്പെട്ടുള്ള EDയുടെ ഹർജി വീണ്ടും പരിഗണിക്കാൻ മജിസ്ട്രേറ്റ് കോടതിക്ക് ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകി. നേരത്തെ റാന്നി കോടതി EDയുടെ ഹർജി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ED ഹൈക്കോടതിയെ സമീപിച്ചത്. ED അന്വേഷണം SITയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തില്ലെന്ന നിലപാടാണ് ഹൈക്കോടതിക്കുള്ളത്. കേസിലെ പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിന്റെ ജാമ്യ ഹർജി കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് തള്ളി. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ഇടുക്കി അടിമാലി തൂക്കുപാറയിൽ 10 വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൂക്കുപാറ ഈട്ടിക്കൽ അനൂപ് ജോൽസി ദമ്പതികളുടെ മകൻ ആഡ്വിനാണ് മരിച്ചത്. വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കണ്ടത്. രാഹുൽ വിജയൻ ചേരുന്ന വിവരങ്ങളുമായി. തൂക്കുപാറയിൽ എന്താണ് രാഹുൽ ശരിക്കും സംഭവിച്ചത്?
എസ്കെൻ, വളരെ സങ്കടകരമായ വാർത്തയാണ്. അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. പതിവ് പോലെ ഇന്ന് സ്കൂളിൽ പോയിരുന്നു. തിരികെ വീട്ടിലെത്തുകയും ചെയ്തു. അതിനുശേഷം ഈ കുട്ടിയെ കാണാതെ വന്നതോടെ മാതാപിതാക്കൾ നടത്തിയ തിരച്ചിലാണ് വീടിനുള്ളിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ഈ കുട്ടിയെ ഉടൻ തന്നെ അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്താണ് ഈ സംഭവത്തിന് പിന്നിലെന്ന് പോലീസിന് ചില സംശയങ്ങളുണ്ട്. ഈ കുട്ടിക്ക് സ്കൂളിൽ നടത്തിയ പരീക്ഷയിൽ ഒരല്പം മാർക്ക് കുറവായിരുന്നു. അതിന്റെ പേരിൽ സ്കൂളിൽ നിന്നും അതുപോലെ തന്നെ വീട്ടിൽ നിന്നും വഴക്ക് കേൾക്കേണ്ടി വന്നിരുന്നു. ഇതിന്റെ മനോവിഷമത്തിൽ സംഭവിച്ച ആത്മഹത്യയാണോ എന്നൊരു സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വെള്ളത്തൂവൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ കുട്ടിയുടെ മൃതദേഹം അടിമാലി മോർണിംഗ് സ്റ്റാർ ആശുപത്രി മോർച്ചറിയിലാണ്. എസ്കെൻ, ഓക്കെ, എന്തായാലും വളരെ സങ്കടകരമായ കാര്യമാണ്. ഈ അടുത്ത കാലത്തായിട്ട് കുട്ടികളുടെ മരണം ഇങ്ങനെയുള്ള മരണങ്ങൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. നമ്മുടെ നാട്ടിൽ എന്താ സംഭവിക്കുന്നത്, ഇതൊക്കെ അന്വേഷിക്കാൻ നമ്മുടെ ആളുകൾക്ക് എവിടെയാണ് സമയം? നമ്മുടെ ഈ വിവാദങ്ങൾ ഒഴിഞ്ഞിട്ട് വേണ്ടേ ഇങ്ങനെയുള്ള സാമൂഹിക പ്രശ്നങ്ങളൊക്കെ അന്വേഷിക്കാൻ? അത് വിവാദം ഒഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊച്ചി നെടുമ്പാശ്ശേരിയിൽ സ്വത്തിനു വേണ്ടി മകൻ അമ്മയെ തല്ലിക്കൊന്നു. മാനസിക വെല്ലുവിളി നേരിടുന്ന 58-കാരി അനിതയാണ് കൊല്ലപ്പെട്ടത്. അനിതയുടെ മകൻ ബിനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതാണ് സ്വത്തിനു വേണ്ടി അമ്മയെ തല്ലിക്കൊന്ന ബിനു. സംഭവം ഇങ്ങനെ: വീട്ടിൽ കുഴഞ്ഞു വീണ അനിതയെ ഞായറാഴ്ചയാണ് ആലുവ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴേക്കും മരണം സ്ഥിരീകരിച്ചിരുന്നു. പിന്നീട് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തുവന്നത്. അനിതയുടെ ശരീരത്തിൽ ഗുരുതരമായി പരുക്കേറ്റ പാടുകൾ കണ്ടെത്തി. പിന്നാലെ ബിനുവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും അമ്മ തന്നെ സ്വന്തമായി ശരീരത്തിൽ മുറിവേൽപ്പിച്ചുവെന്നുമായിരുന്നു ബിനുവിന്റെ ആദ്യമൊഴി. പോലീസ് ഇത് വിശ്വസിച്ചില്ല. വിശദമായി ബിനുവിനെ ചോദ്യം ചെയ്തപ്പോഴാണ് കഴിഞ്ഞ 3 മാസമായി ഇയാൾ അമ്മയെ ക്രൂരമായി മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന മൊഴി നൽകിയത്. പിന്നാലെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും പുറത്തു വരാതെ ബിനുവിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ ഭാര്യ രംഗത്തെത്തി. സൗണ്ട് കേട്ട് ഓടി ചെന്നപ്പോൾ അമ്മ വീണു. ഞാനപ്പോൾ തന്നെ അമ്മയെന്ന് വിളിച്ച് ബഹളം കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് ഓടി വന്നു. അപ്പം തന്നെ അമ്മ എഴുന്നേറ്റ് നിന്നൊരു കണ്ണ് വീഴ്ച കണക്ക് നിന്നിട്ട് ഒന്നും കൂടി വീണു. നേരെ അപ്പം തന്നെ ആലുവ ഗവൺമെൻറ്റിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് മരണം ഇങ്ങനെ സ്ഥിരീകരിച്ച്. ഇതിപ്പോൾ നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അമ്മ ഇങ്ങനെ കുഴഞ്ഞു വീണ് ഇങ്ങനെ കിടക്കണമാണ് കണ്ടത്. ഒരു റിപ്പോർട്ടോ കാര്യങ്ങളോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. 20 വർഷം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കഴിഞ്ഞിരുന്ന അനിതയെ 3 മാസം മുൻപാണ് ബിനു സ്വന്തം വീട്ടിൽ കൊണ്ടുവന്നത്. അനിതയുടെ പേരിൽ വെള്ളത്തൂവലിലുള്ള 1.5 ഏക്കർ ഭൂമി കൈക്കലാക്കുകയായിരുന്നു ലക്ഷ്യമെന്നാണ് സൂചന. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. മറ്റൊരു വാർത്തയിലേക്ക്. ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിനെതിരെ ഹൈക്കോടതിയുടെ കോടതിയലക്ഷ്യ നടപടി. കാർഷിക പ്രോത്സാഹന ഫണ്ട് നൽകാൻ കഴിഞ്ഞ കൊല്ലം പുറപ്പെടുവിച്ച വിധി നടപ്പാക്കാത്തതിനാണ് കോടതിയലക്ഷ്യ നടപടി സ്വീകരിച്ചത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, എന്താ ശരിക്കും സംഭവിച്ചത്? ഇതിനൊരു പശ്ചാത്തലം ഇങ്ങനെയാണ്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമ വകുപ്പ് 27 പ്രകാരം നെൽവയലുകൾ തരം മാറ്റുന്നതിന് ഈടാക്കുന്ന ഫീസ് വകുപ്പ് 27D പ്രകാരമുള്ള അഗ്രികൾച്ചർ പ്രൊമോഷൻ ഫണ്ടിലേക്ക് മാറ്റണമെന്ന് 2024 നവംബറിൽ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഈ തുക നെൽവയൽ സംരക്ഷണത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കാനായിരുന്നു പ്രധാനപ്പെട്ട നിർദ്ദേശം. 2024 വിധി പ്രകാരം പിരിച്ചെടുത്ത തുകയുടെ 25% 4 മാസത്തിനുള്ളിൽ ഫണ്ടിലേക്ക് മാറ്റണമെന്നും ബാക്കി 75% 12 മാസത്തിനുള്ളിൽ ഘട്ടം ഘട്ടമായി മാറ്റണമെന്നും ഫണ്ടിന്റെ വാർഷിക ഓഡിറ്റ് നടത്തി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. പക്ഷേ സമയപരിധി കഴിഞ്ഞിട്ടും ഈ ഉത്തരവ് നടപ്പാക്കാത്ത പശ്ചാത്തലത്തിലാണ് നിലവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിനെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിക്ക് മാത്രമല്ല, ധനം, റവന്യൂ വകുപ്പ് സെക്രട്ടറിമാർക്കെതിരെയും നിലവിൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കാർഷിക പ്രോത്സാഹന ഫണ്ട് നൽകാത്തതിലാണ് ഈ നടപടി. പ്രഥമ ദൃഷ്ടിയാൽ ഇവർക്കെതിരെയുള്ള കോടതിയലക്ഷ്യ കുറ്റം നിലനിൽക്കുമെന്നാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. ഓക്കെ, താങ്ക് യു. കോട്ടയത്തെ ജൈനമ്മ കൊലപാതകത്തിൽ കുറ്റപത്രം അവസാന പരിശോധനയ്ക്ക് ADGPക്ക് കൈമാറി. അന്വേഷണ സംഘമാണ് ഇത് കൈമാറിയത്. അനുമതി ലഭിച്ചാലുടൻ കോടതിയിൽ കുറ്റപത്രം കൊടുക്കും. കോട്ടയത്തെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് യൂണിറ്റാണ് അന്വേഷണം പൂർത്തിയാക്കിയത്. 24 ബ്രേക്കിംഗ് ന്യൂസുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ തത്സമയം ചേരുന്നു. പറയൂ ടോബി.
SKN തീർച്ചയായിട്ടും കേരളത്തെ നടുക്കിയ ഒരു സംഭവമാണ്. ആ കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം തയ്യാറായിരിക്കുന്നത്. ഈ കുറ്റപത്രം ADGPയുടെ അനുമതിക്ക് വേണ്ടി പരിശോധനയ്ക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ്. അത് ലഭിച്ചാൽ ഉടൻ തന്നെ ആ പരിശോധന പൂർത്തിയാക്കി അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ ക്രൈംബ്രാഞ്ച് ഇത് കോടതിയിൽ നൽകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു കേസായിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 27-ാം തീയതിയാണ് സെബാസ്റ്റ്യന്റെ അറസ്റ്റ് നടക്കുന്നത്. ആ അറസ്റ്റിലേക്ക് നയിക്കുമ്പോൾ തന്നെ അന്വേഷണ സംഘത്തിന്റെ പക്കൽ നിർണായകമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജൈനമ്മയെ കാണാതാകുമ്പോൾ അവരുടെ മൊബൈൽ ഫോൺ ടവർ എവിടെയായിരുന്നു എന്നുള്ളതാണ് ആദ്യമേ പരിശോധിച്ചത്. അത് പരിശോധിച്ച് ചെന്നപ്പോഴാണ് ചില CCTV അതിൽ ഈ മൊബൈൽ ഉപയോഗിച്ചിരുന്നത് സെബാസ്റ്റ്യൻ ആണെന്ന് കണ്ടെത്തുന്നു. അതോടൊപ്പം തന്നെ തുടർന്ന് നടത്തിയ തെളിവെടുപ്പുകളും അന്വേഷണങ്ങളിലും നിർണായകമായിട്ടുള്ള പല വിവരങ്ങളും അങ്ങനെയാണ്. ആ തെളിവെടുപ്പിലാണ് ഈ അസ്ഥികൂടമടക്കമുള്ള അല്ലെങ്കിൽ ഈ അസ്ഥി കഷ്ണങ്ങൾ ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സെബാസ്റ്റ്യന്റെ ചേർത്തലയിലുള്ള വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് അവിടുന്ന് ഒരു രക്തക്കറ ലഭിക്കുന്നത്. ആ രക്തസാമ്പിൾ പരിശോധിച്ചതിൽ നിന്നും അത് ജൈനമ്മയുടേതാണെന്ന് തെളിയുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നത് ക്രൈംബ്രാഞ്ച്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി അന്വേഷണങ്ങൾ, തെളിവുകൾ ശേഖരിച്ചു, സാക്ഷിമൊഴികൾ ശേഖരിച്ചു. നമുക്കറിയാവുന്നതുപോലെ തന്നെ പണത്തിന് വേണ്ടി നടത്തിയ കൊലപാതകം എന്നുള്ള രീതിയിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് തെളിവെടുപ്പുകൾ ചേർത്തലയിലെ ചില കടകളിലും സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചെടുത്തൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ തെളിവുകളും അതുപോലെ തന്നെ സാക്ഷിമൊഴികളും എല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു വിശദമായിട്ടുള്ള കുറ്റപത്രം തന്നെയാണ് നൽകാൻ ക്രൈംബ്രാഞ്ച് തയ്യാറാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള DNA പരിശോധനാ ഫലം ഉടൻ തന്നെ കോടതിയിലേക്ക് എത്തുമെന്ന് ക്രൈംബ്രാഞ്ച് പ്രതീക്ഷിക്കുന്നു. അതും കൂടി വരുമ്പോൾ കുറ്റപത്രം ഏകദേശം പൂർത്തിയായി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. എന്തായാലും ADGPയുടെ പരിശോധനയ്ക്ക് വേണ്ടി അന്തിമ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൂടി ലഭിച്ചാൽ ഉടൻ തന്നെ, ഏറിപ്പോയാൽ ഈ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ കുറ്റപത്രം കോടതിയിൽ വരും. കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. മറ്റ് സ്ത്രീകളുടെ സ്ഥിരോധനവുമായി ബന്ധപ്പെട്ട കേസുകൾ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് അടക്കം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് അടക്കം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഒരു വശത്ത് നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കോട്ടയം ഏറ്റുമാനൂരിൽ നിന്നും കാണാതായ ജൈനമ്മയുടെ കേസ് അതൊരു കൊലപാതകമാണെന്നും അതിൽ കുറ്റപത്രം സമർപ്പിക്കാനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പുതിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ക്രൈംബ്രാഞ്ചാണ് FIR രജിസ്റ്റർ ചെയ്തത്. അതിജീവിതയുടെ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഈ കേസും അന്വേഷിക്കും. തിരുവനന്തപുരത്ത് നിന്ന് ഷെഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു. ഷെഫീദ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയും. SKN രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള രണ്ടാമത്തെ FIR ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അല്പസമയം മുൻപ് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇന്നലെയാണ് KPCC പ്രസിഡന്റിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇമെയിൽ വഴി പരാതി ലഭിക്കുന്നത്. അതായത് സമാന സ്വഭാവത്തിൽ, അതിജീവിതരുടെ കേസിന് സമാനമായ സ്വഭാവത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നുവെന്നും അന്വേഷണം വേണമെന്നൊക്കെയായിരുന്നു ഈ ഇമെയിലിന്റെ ഉള്ളടക്കം. അതിന് പിന്നാലെ ഈ പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുകയും പോലീസ് മേധാവി ഇത് നിലവിൽ ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന SIT സംഘത്തിന് നൽകുകയുമായിരുന്നു. ഏതായാലും ക്രൈംബ്രാഞ്ചിലാണ് ഇപ്പോൾ ഈ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബലാത്സംഗം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ബാംഗ്ലൂരിൽ പഠിക്കുന്ന 23 വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടി 2023 രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹ വാഗ്ദാനം നൽകി കേരളത്തിലേക്ക് ക്ഷണിച്ചുവെന്നും കേരളത്തിലെത്തിയ ശേഷം ഒരു റിസോർട്ടിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നും അതിനുശേഷം വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്നൊക്കെയുള്ള ഗൗരവ പരാമർശങ്ങളാണ് നടത്തിയിട്ടുള്ളത്. രാഹുൽ മാത്രമല്ല, ഫെനി നൈനാന്റെ, രാഹുലിന്റെ സുഹൃത്തും യൂത്ത് കോൺഗ്രസിന്റെ നേതാവുമായിട്ടുള്ള ഫെനി നൈനാനെതിരെയും പരാതിയിൽ ആക്ഷേപമുണ്ടായിരുന്നു. ഫെനി നൈനാൻ ഇപ്പോൾ അടൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. ഇവരെ രണ്ടുപേരെയും ചേർത്താണ് നിലവിൽ ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിന്റെ അന്വേഷണം ഈ അതിജീവിതരുടെ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിൽ തന്നെയായിരിക്കും. SKN. ഓക്കെ, താങ്ക് യു. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേട്ട തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി കേസ് നാളത്തേക്ക് മാറ്റി. അന്തിമ വാദത്തിന് ശേഷം നാളെ വിധി പറയാൻ സാധ്യത. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധം മാത്രമാണ് യുവതിയുമായി ഉള്ളതെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രധാന വാദം. ബലാത്സംഗ കേസ് കെട്ടിച്ചമച്ചതാണ്. ഗർഭഛിദ്രത്തിന് യുവതിയെ നിർബന്ധിച്ചിട്ടില്ല. ബലാത്സംഗത്തിന് ഇരയായെങ്കിൽ എന്തുകൊണ്ട് അന്ന് പരാതി നൽകിയില്ലെന്നും പാലക്കാട് MLAയുടെ അഭിഭാഷകൻ വാദിച്ചു. എന്നാൽ ഗർഭഛിദ്രത്തിന് രാഹുൽ യുവതി നിർബന്ധിക്കുന്ന ഓഡിയോയും വാട്സാപ്പ് സന്ദേശവും തെളിവായുണ്ടെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും രാഹുൽ യുവതിയെ പീഡിപ്പിച്ചു. ഇതിന്റെ വീഡിയോ ചിത്രീകരിച്ച് രാഹുൽ ഭീഷണിപ്പെടുത്തിയതായും പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. യുവതി ചികിത്സ തേടിയ ആശുപത്രിയിലെ മെഡിക്കൽ രേഖകളും കോടതിയിൽ സമർപ്പിച്ചു. കേസിൽ പ്രതിചേർത്തതിന് പിന്നാലെ രാഹുൽ ഒളിവിൽ പോയതാണ്. നിയമസംവിധാനവുമായി ഒട്ടും സഹകരിക്കാത്ത ആളാണ് രാഹുലെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു.
രാഹുലിന് ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലും പ്രോസിക്യൂഷനും ഹാജരാക്കിയ ഡിജിറ്റൽ തെളിവുകളും കോടതി വിശദമായി പരിശോധിച്ചു. ഇതിനുശേഷമാണ് കൂടുതൽ തെളിവുകൾ കൂടി ഹാജരാക്കാൻ കോടതി പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടത്. നാളെ തുടർവാദം കേട്ടതിനു ശേഷം തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി വിധി പറഞ്ഞേക്കും. 24 തിരുവനന്തപുരം. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി KPCC വൈകിപ്പിച്ചു. ഹൈക്കമാൻഡും KPCC മുൻ അധ്യക്ഷന്മാരും വനിതാ നേതാക്കളും രാഹുലിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന നേതൃത്വം നടപടി വൈകിപ്പിക്കുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തീർപ്പാക്കുന്നതുവരെ നടപടി വൈകിപ്പിക്കുമെന്നാണ് ഇപ്പോഴറിയുന്നത്. വർക്കിംഗ് പ്രസിഡന്റുമാരുടെ താൽപര്യത്തിൽ നടക്കുന്ന ഈ നീക്കത്തിൽ പ്രതിപക്ഷ നേതാവിനടക്കം കടുത്ത അതൃപ്തിയുണ്ട്. ആക്ഷേപം വന്നപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നും ഇനിയുള്ള നടപടികൾ നിയമസംവിധാനത്തിന്റെ പ്രതികരണം കൂടി അറിഞ്ഞ ശേഷം മതിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് KPCC നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിക്ക് മുൻകൂർ ജാമ്യാപേക്ഷയിലെ ഉത്തരവ് വരെ കാക്കുന്നത്. കോടതി മുൻകൂർ ജാമ്യം നൽകിയാൽ പുറത്താക്കൽ നടപടി ഒഴിവാക്കാമെന്ന വർക്കിംഗ് പ്രസിഡന്റുമാരിലെ ചിലരുടെ താൽപ്പര്യമാണ് KPCC തീരുമാനം വൈകിപ്പിക്കുന്നത്. ജാമ്യാപേക്ഷയിൽ ഇന്ന് ഉത്തരവ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് നാളേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടെ ജാമ്യവിധി വരെ കാക്കാമെന്ന വർക്കിംഗ് പ്രസിഡന്റുമാരുടെ നിലപാട് തദ്ദേശ തെരഞ്ഞെടുപ്പിനും മൂർധന്യത്തിലും കോൺഗ്രസിനെ പ്രതിരോധത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഞങ്ങൾ അത്തരം കാര്യങ്ങൾ ഓരോ സംഭവത്തിന്റെയും പുരോഗതി അനുസരിച്ച് ഗൗരവം അനുസരിച്ച് തക്ക സമയത്ത് ആലോചിച്ചത്. പുറത്താക്കലിനൊക്കെ അതിന്റെ പ്രൊസീജിയർ ഉണ്ട്. സംസ്ഥാനത്തെ പ്രധാന നേതാക്കളുമായി നടന്ന കൂടിയാലോചനയിൽ ഏതാണ്ട് എല്ലാ നേതാക്കളും രാഹുലിനെ പുറത്താക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. KPCCയുടെ മുൻ അധ്യക്ഷന്മാരിൽ ചിലർ ഇക്കാര്യം പരസ്യമായും ആവശ്യപ്പെട്ടു. ഉചിതമായിട്ടുള്ള തീരുമാനം ഉടൻ KPCC പ്രസിഡന്റ് കൈക്കൊള്ളുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിട്ടുണ്ട്. പാർട്ടി ഏൽപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്, അല്ലാതെ മതിലയാടാനല്ല. ഈ കാര്യത്തിൽ ഇനിയും സാങ്കേതികത്വം നോക്കാതെ വച്ച് താമസിപ്പിക്കാതെ എത്രയും വേഗത്തിൽ തന്നെ കർശനവും ശക്തവും മാതൃകാപരവുമായ നടപടി സ്വീകരിക്കാൻ വൈകരുത്. ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തിയെന്ന പരാതിക്ക് പിന്നാലെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതി കൂടി വന്നതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിടാൻ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് മുറവിളി ഉയർന്നത്. രണ്ടാമത്തെ പരാതിക്ക് പിന്നാലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനോട് അഭിപ്രായം തേടിയ അധ്യക്ഷൻ സണ്ണി ജോസഫിനോട് നടപടിയെടുക്കാൻ അപ്പോൾ തന്നെ നിർദ്ദേശിച്ചിരുന്നു. നടപടി വേണമെന്ന താല്പര്യം ഹൈക്കമാൻഡ് നേതൃത്വം പരസ്യമായും വ്യക്തമാക്കിയിട്ടുണ്ട്. യുക്തമായ തീരുമാനമെടുക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി മറ്റു പാർട്ടികളെ പോലെയല്ല. ഇത്തരം വിഷയങ്ങളിൽ അന്തസ്സുയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ്. ഇവിടുത്തെ നേതാക്കന്മാർ ആലോചിച്ച് തീരുമാനമെടുക്കും. വെയിറ്റ്. ഹൈക്കമാൻഡിന്റെയും മുതിർന്ന നേതാക്കളുടെയും അഭിപ്രായങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് KPCC നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി വൈകിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി എഴുത്തുകാരിയും KPCC സാംസ്കാരിക സാഹിതി ജനറൽ സെക്രട്ടറിയുമായ MA ഷഹനാസ്. രാഹുൽ തന്നോട് മോശമായി പെരുമാറി. കർഷക സമരത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് രാഹുൽ മോശം സന്ദേശം അയച്ചത്. രാഹുൽ മോശം സന്ദേശം അയച്ച കാര്യം ഷാബി പറമ്പിലോട് പറഞ്ഞിരുന്നെന്നും MA ഷഹനാസ് വെളിപ്പെടുത്തി. സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ കുറവായതുകൊണ്ട് ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നമ്മുടെയൊക്കെ പെൺകുട്ടികൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവനെ പോലെയുള്ള ഒരാളെ നിങ്ങൾ പ്രസിഡന്റ് ആക്കരുത് എന്ന് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാമല്ലോ, ഷാഫി പറമ്പിൽ ഇന്നിവിടെ ഉള്ള MP നമ്മുടെ കൂടെയുള്ള ആളാണല്ലോ, അദ്ദേഹത്തിനോട് ചോദിക്കൂ. അദ്ദേഹം നിരാകരിക്കുകയാണെങ്കിൽ അതിന്റെ തെളിവ് ഞാൻ കാണിക്കാം. കോഴിക്കോട് നിന്ന് ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുന്നു. ഷഹദ്, വിവരങ്ങൾ. SKN ഇതുവരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു നിന്നുള്ള പരാതികളാണ് കൂടുതലായി വന്നിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ സ്വഭാവ വൈകൃതത്തെക്കുറിച്ചുള്ള പരാതികളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ. മാത്രവുമല്ല, രാഹുൽ മാങ്കൂട്ടം ചെയ്തു കൂട്ടുന്ന എല്ലാ പ്രവൃത്തികളും ഷാഫി പറമ്പിലിന്റെ അറിവോട് കൂടിയിട്ടാണെന്നും മാത്രവുമല്ല ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗോഡ് ഫാദർ എന്നും ഷഹനാസ് പറഞ്ഞു വെക്കുകയാണ്. കാരണം കർഷക സമരം നടക്കുന്ന സമയത്ത് ഷഹനാസും അതുപോലെ തന്നെ കുറേ അധികം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അന്ന് ഡൽഹിയിൽ സമരത്തിന്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അന്ന് തിരിച്ചു വരുന്ന ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടം ഈ ഷഹനാസിന്റെ മെസ്സേജ് അയക്കുന്നത്. അതായത് നമുക്ക് ഒരുമിച്ച് പോകാമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന തരത്തിലുള്ള മെസ്സേജുകളാണ് അയച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് തന്നെ ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെ വിലക്കുകയും ഒപ്പം തന്നെ ഷാഫി പറമ്പിലിനോട് ഈ വിഷയം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പക്ഷേ ഷാഫി പറമ്പിൽ ഇതിന് വേണ്ട ഗൗരവം കൊടുത്തില്ല. മാത്രവുമല്ല പുച്ഛത്തോടെ അതിനെ തള്ളിക്കളയുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ ആദ്യത്തെ സംഭവം, അതായത് ആദ്യ വെളിപ്പെടുത്തൽ വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ
തന്നെ വീണ്ടും ഷഹനാസ് ഷാഫി പറമ്പിലിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ആ മെസ്സേജിൽ പറഞ്ഞത് അന്നേ പറഞ്ഞതല്ലേ ഈ രാഹുൽ മാങ്കൂട്ടത്തെ എടുത്ത് തോളിൽ വെക്കണ്ട, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ പിടിച്ച് അധ്യക്ഷനാക്കണ്ട എന്നുള്ള കാര്യം എന്ന് പറഞ്ഞപ്പോൾ ഷാഫി പറമ്പിൽ സാഡ് സ്റ്റിക്കർ മാത്രമാണ് വാട്സപ്പിൽ അയച്ചത് എന്ന കാര്യവും ഷഹനാസ് പറയുന്നുണ്ട്. മാത്രവുമല്ല യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെ പോലെ തന്നെ സമാനമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ള പെൺകുട്ടികളുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടം മോശമായി പെരുമാറിയിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവരെയൊക്കെ അനുഭവങ്ങൾ തനിക്ക് നേരിട്ടറിയാം, അതിൻ്റെ സംഭവ വികാസങ്ങൾ തനിക്ക് നേരിട്ടറിയാം. ഇതെല്ലാം തന്നെ ഷാഫി പറമ്പിലിന്റെ മുന്നിൽ പറഞ്ഞതാണ്. പക്ഷേ ഷാഫി പറമ്പിൽ അതൊന്നും മുഖവിലക്കെടുത്തില്ല എന്ന് മാത്രമല്ല, ഇതിനൊക്കെ വളം വെക്കുന്ന സമീപനമാണ് ഉണ്ടായത് എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് ഇന്ന് എഴുത്തുകാരിയും ഒപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകയുമായിട്ടുള്ള ഷഹനാസ് പറഞ്ഞു വെക്കുന്നത്. മാത്രവുമല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വൈകൃതത്തെക്കുറിച്ച് പലതവണ പല സ്ത്രീകൾ അതായത് കോൺഗ്രസിനകത്തും ഒപ്പം തന്നെ കോൺഗ്രസിനെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനകത്തെ മറ്റു പലരുമായിട്ടും കോൺഗ്രസിൽ പരാതി പറഞ്ഞതാണ്. വി.ഡി. സതീശൻ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല, കൂടാതെ കെ സുധാകരൻ, മുല്ലപ്പള്ളി, ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഇതിനു മുൻപ് പലതരത്തിലുള്ള പരാതികൾ പല പെൺകുട്ടികളും നൽകിയിട്ടുണ്ട്. പക്ഷേ അതിനെ ഒന്നും വേണ്ട ഗൗരവത്തിലെടുക്കാതെ എല്ലാത്തിനെയും തള്ളിക്കളയുകയാണ് ചെയ്തത് എന്നും ഇന്ന് ഷഹനാസ് പറഞ്ഞു വെക്കുന്നു. എന്തായാലും ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിന് മറുപടി പറഞ്ഞേ പറ്റൂ. ഷാഫി പറമ്പിലിനെതിരെയാണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോപണം. അതായത് രാഹുൽ മാങ്കൂട്ടം ഈ ചെയ്തു കൂട്ടുന്നതൊക്കെ തന്നെ ഷാഫി പറമ്പിലിന്റെ അറിവോടുകൂടിയാണ് എന്നുള്ളതാണ് എഴുത്തുകാരിയും കോൺഗ്രസ് പ്രവർത്തകയുമായിട്ടുള്ള ഷഹനാസ് പറയുന്നത്. ഓക്കെ, ഷഹദർ റഹ്മാനാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നു. ശംഖുമുഖത്ത് നാവികസേനയുടെ അഭ്യാസത്തിനിടെ VIP പവലിയനിൽ അപകടമുണ്ടായി. ഫ്ളാഗ് സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് കമ്പി വീണ് ഒരാൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ആളെ ആശുപത്രിയിലേക്ക് മാറ്റി. തിക്കിലും തിരക്കിലും പെട്ടാണ് അപകടം ഉണ്ടായത് എന്നാണ് നേവി ദിനം പ്രമാണിച്ച് അവതരിപ്പിച്ച ശംഖുമുഖത്തെ നാവികസേനയുടെ അഭ്യാസ പ്രകടനത്തിലായിരുന്നു ഈ അപകടം ഉണ്ടായത്. VIP പവലിയനിലാണ് അപകടം നടന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വൈകുന്നതിൽ രൂക്ഷ വിമർശനവുമായി വനിതാ നേതാക്കൾ. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് കോൺഗ്രസ് ദേശീയ വക്താവ് ഷെമ മുഹമ്മദ് 24നോട് പറഞ്ഞു. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഷാനിമോൾ ഉസ്മാനും ആവർത്തിച്ചു. മറ്റു പാർട്ടിക്കാരെ പോലെ ആരെയും കോൺഗ്രസ് സംരക്ഷിക്കില്ലെന്ന് ദീപ്തി മേരി വർഗീസും വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉചിതമായ നടപടിയെടുക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടും തീരുമാനം വൈകിപ്പിക്കുന്നതിനെതിരെയാണ് വനിതാ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. സ്ത്രീ എന്ന നിലയിൽ ഇനി സഹിക്കാനാകില്ലെന്ന് കോൺഗ്രസ് നേതാവ് ഷെമ മുഹമ്മദ് 24നോട് പറഞ്ഞു. രാഹുലിന്റെ സ്ഥാനത്ത് സ്ത്രീ ആയിരുന്നുവെങ്കിൽ കേരളത്തിൽ അവരെ വേറെ പേര് വിളിക്കുമായിരുന്നുവെന്ന് ഷെമ മുഹമ്മദ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മേലെയുള്ള പരാതി കുറേ ആയിരിക്കുക, കുറേ സ്ത്രീകളും അതും അബോർഷൻ പ്രശ്നങ്ങളും കുറേ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾ കേട്ടു. ഇനി ഇങ്ങനത്തെ ഒരു പുരുഷനെ വെക്കാൻ പാടില്ല പാർട്ടിയിൽ. ജനപ്രതിനിധി ഇങ്ങനെ ആവാൻ പറ്റില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെ പാർട്ടി നിലപാട് വ്യക്തമാക്കിയതാണെന്ന് കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസ്. മറ്റു പാർട്ടിക്കാരെ പോലെ ആരെയും കോൺഗ്രസ് സംരക്ഷിക്കില്ല എന്ന് ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. കുറ്റക്കാരായി ഒരാളും പാർട്ടിയിൽ തുടരുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. കോൺഗ്രസ് നേതൃത്വം എത്രയും പെട്ടെന്ന് അതിൻ്റെ അകത്ത് ഒരു തീരുമാനമുണ്ടാകും. തീർച്ചയായിട്ടും പീഡിപ്പിക്കപ്പെടുന്നവരോടുകൂടി അത്തരത്തിൽ പരാതി കൊടുക്കുന്നവരോടൊപ്പമായിരിക്കും കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും നിന്നിട്ടുള്ളതും. കോൺഗ്രസ് എപ്പോഴും സ്വീകരിച്ചത് സ്ത്രീപക്ഷ നിലപാടാണെന്നും രാഹുലിന്റെ കാര്യത്തിൽ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും ജെബി മേത്തർ MP വ്യക്തമാക്കി. ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് അത് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അത് കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അത് കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട സമയത്ത് എടുക്കും. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി ഇനിയും വൈകിയാൽ പാർട്ടി കനത്ത വില നൽകേണ്ടി വരുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന ബി സാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു. സ്ത്രീകളുടെ അഭിമാനത്തെ വെല്ലുവിളിക്കരുതെന്നും സജന ബി സാജൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ബഷീർ പറയുന്നു, നാളെ കോടതിയിൽ തീർപ്പ് കൽപ്പിക്കുമ്പോൾ അതോടെ ഈ വാർത്ത അവസാനിക്കുമല്ലോ എന്നാണ് പറയുന്നത്. അവസാനിക്കുമെന്ന് സംശയമുണ്ട് കേട്ടോ. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി. പോലീസ് കസ്റ്റഡിയിലും നിരാഹാരം തുടരുമെന്ന് രാഹുൽ ഈശ്വർ പ്രതികരിച്ചു. രാഹുലിനെ ജോലി ചെയ്തിരുന്ന ടെക്നോ പാർക്കിലെ ഓഫീസിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയായ ലൈംഗിക പീഡന കേസിലെ പരാതിക്കാരിയെ സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചെന്ന കേസിലാണ് രാഹുൽ ഈശ്വറിനെ നാളെ 5 മണിവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് തീരുമാനം. കസ്റ്റഡിയിൽ ലഭിച്ചതോടെ സൈബർ പോലീസ് തുടർച്ചയായ 3 മണിക്കൂർ രാഹുൽ ഈശ്വറിനെ ചോദ്യം ചെയ്തു.
ടെക്നോ പാർക്കിൽ വെച്ചും വീഡിയോ ചിത്രീകരിച്ചെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്നാൽ തനിക്കെതിരെ എടുത്തത് കള്ളക്കേസെന്ന് ആവർത്തിക്കുകയാണ് രാഹുൽ ഈശ്വർ. 2 ദിവസമായി മിനിഞ്ഞാന്ന് മുതൽ ആഹാരമില്ല, വെള്ളവുമില്ല. മെൻസ് കമ്മീഷന് വേണ്ടിയാണ്. പോലീസുകാരെ കള്ളം പറഞ്ഞു. എനിക്ക് നോട്ടീസ് തന്നു എന്ന് കോടതിയിൽ പോലീസ് കള്ളം പറഞ്ഞു. കള്ളക്കേസാണ്. ഞാനല്ല ഈ കുട്ടിയുടെ ഫോട്ടോ പോലും അയച്ചത്, വേറൊരാളാണ്. രാഹുൽ പോലീസ് കസ്റ്റഡിയിലും നിരാഹാര സമരം തുടരുകയാണ്. എന്നാൽ ആരോഗ്യനില തൃപ്തികരമാണെന്ന് വൈദ്യപരിശോധനയ്ക്ക് ശേഷം ജനറൽ ആശുപത്രി അധികൃതർ അറിയിച്ചു. ജാമ്യം നിഷേധിച്ചതോടെ മേൽക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. ഇനിയിപ്പോൾ നമ്മൾ നാളെ വൈകുന്നേരം വരെ കസ്റ്റഡിയല്ലേ, അപ്പൊ ഇനി അത് മറ്റന്നാൾ മൂവ് ചെയ്ത് എടുക്കാമെന്നുള്ള. അതിജീവിതയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു, വ്യക്തിത്വം വെളിപ്പെടുത്തി തുടങ്ങിയവയാണ് രാഹുൽ ഈശ്വറിനെതിരായ കുറ്റങ്ങൾ. 24 തിരുവനന്തപുരം. ന്യൂനമർദ്ദമായി മാറിയ ഡിഡ്വ ചുഴലിക്കാറ്റ് ദുർബലമായി. പക്ഷേ തമിഴ്നാടിന്റെ തീരമേഖലകളിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. തിരുവള്ളൂരിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ചെന്നൈ പുരസവാക്കത്ത് കെട്ടിടം ഇടിഞ്ഞു വീണ് 3 പേർക്ക് പരിക്കേറ്റു. ശ്രീലങ്കയിൽ മരണം 465. ഇന്ന് രാവിലെ 5:30 മുതലാണ് ന്യൂനമർദ്ദം ദുർബലമായി തുടങ്ങിയത്. തീരദേശ മേഖലകളിൽ ഇടവിട്ടുള്ള മഴ തുടരുകയാണ്. തിരുവള്ളൂർ ജില്ലയിലും ഇതിനോട് ചേർന്നുള്ള വടക്കൻ തമിഴ്നാടിന്റെ പ്രദേശങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ചെന്നൈ, കാഞ്ചീപുരം, ചെങ്കൽപ്പെട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 16 ജില്ലകളിലും കാരക്കലിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ചെന്നൈ പുരസവാക്കത്ത് കെട്ടിടമിടിഞ്ഞു വീണ് 3 പേർക്ക് പരിക്കേറ്റു. ഡിറ്റ്വ നാശം വിതച്ച ശ്രീലങ്കയിൽ മരണം 465. 366 പേരെ കാണാനില്ല. 1441 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2,33,015 പേർ കഴിയുന്നു. 565 വീടുകൾ പൂർണ്ണമായി തകർന്നു. 20,271 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. രാജ്യത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 24 ചെന്നൈ. സംസ്ഥാനത്ത് വാഹനാപകടങ്ങളിൽ കാൽനട യാത്രക്കാരുടെ മരണനിരക്കിൽ ആശങ്കാജനകമായ വർധന. കാൽനട യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ കണ്ടെത്തിയത് 1232 നിയമലംഘനങ്ങൾ. നിയമലംഘകരിൽ നിന്ന് 2,50,000 മുകളിൽ പിഴയും ഈടാക്കിയിട്ടുണ്ട്. 24 ബ്രേക്കിംഗ് ന്യൂസ്. സംസ്ഥാനത്ത് കഴിഞ്ഞ 10 മാസത്തിനിടയിൽ ജീവൻ നഷ്ടമായത് 851 കാൽനട യാത്രക്കാർക്കാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തരം മരണങ്ങളുടെ തോത് 20% വർദ്ധിച്ചത്. ഇതിൽ ഏവരെയും ഞെട്ടിക്കുന്നത് സീബ്ര ക്രോസിംഗിൽ വാഹനമിടിച്ച് മരിച്ചവരുടെ എണ്ണമാണ്. 218 യാത്രക്കാർക്കാണ് സീബ്ര ക്രോസിംഗിൽ വെച്ച് ജീവൻ നഷ്ടമായത്. കഴിഞ്ഞ മാസം 14 ആരംഭിച്ച 3 ദിവസം നീണ്ട പരിശോധനയിൽ കാൽനട യാത്രക്കാരുടെ ക്രോസിംഗുകളിൽ വേഗത കുറയ്ക്കാത്ത വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ 32,116 വാഹനങ്ങൾ പരിശോധിച്ചു. 182 കേസുകളാണ് കോടതിയുടെ പരിഗണനയിലേക്ക് അയച്ചത്. പലയിടവും സീബ്ര ലൈനുകൾ വ്യക്തമല്ലാത്തതും അപകടത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്നുണ്ട്. 24 കൊല്ലം. ഇനി ശരണം സന്നിധാനം മലയിലേക്ക്. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുകയാണ്. ഇന്ന് വൈകുന്നേരം 6 മണിവരെ 60,000 ഭക്തർ ദർശനം നടത്തി കഴിഞ്ഞു. ശബരിമല സന്നിധാനത്തെ തിരക്ക് പരിഗണിച്ച് കൂടുതൽ ആളുകൾക്ക് സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കും. ഇന്നലെ മാത്രം 87,320 പേർ മല കയറി. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം 17 ദിവസം പിന്നിടുമ്പോൾ ശബരിമലയിൽ ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം 14.5 ലക്ഷമായി കവിഞ്ഞു. മറ്റൊരു വാർത്തയിലേക്ക്. ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ മാധ്യമങ്ങൾക്ക് 3 ദിവസങ്ങളിലാണ് അവസരമുള്ളതെന്ന് ഹൈക്കോടതി. ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ വേണം ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ. ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്റർ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തണമെന്നും ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. പറയൂ വിഷ്ണു. ശബരിമല ശ്രീകോവിലിന് മുൻപിൽ ഇത്തരത്തിൽ ഫോട്ടോഗ്രാഫി അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതി ദേവസ്വം മേഖല
റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ടാണ് ഇന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പരിഗണിച്ചത്. ആ ഘട്ടത്തിലാണ് 3 ദിവസങ്ങളിലാണ് മാധ്യമങ്ങൾക്ക് ഇത്തരത്തിൽ ചിത്രീകരണം നടത്താനുള്ള അവസരമുള്ളത്. ഒന്ന് മണ്ഡല മകരവിളക്ക് തുടങ്ങുന്ന സമയത്ത്, മറ്റൊന്ന് മണ്ഡലപൂജാ ദിനം, മകരവിളക്ക് ദിനം. ഈ 3 ദിവസങ്ങളിലാണ് ദൃശ്യങ്ങൾ പകർത്താൻ അനുമതിയുള്ളത്. അതും തിരക്കില്ലാത്ത സമയം നോക്കി വേണം ദൃശ്യങ്ങൾ പകർത്താൻ. ഒരു തരത്തിലും ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നും വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒപ്പം എത്തുന്ന ഭക്തരും അവിടെ നിന്ന് ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് മാധ്യമങ്ങൾക്ക് കൈമാറുന്ന ഒരു രീതിയുണ്ട്. ഇതും അനുവദിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ ചീഫ് സ്പെഷ്യൽ പോലീസ് ഓഫീസർ കോർഡിനേറ്ററോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു നിരീക്ഷണം ഏർപ്പെടുത്തണമെന്ന്. അങ്ങനെയാണ് ഹൈക്കോടതി ഈ ഹർജി പരിഗണിച്ചത്. ഒക്കെ ഗവർണറുടെ ഔദ്യോഗിക വസതിയുടെ പേര് ഇന്ന് മുതൽ ലോക് ഭവൻ എന്നാക്കി മാറ്റുകയാണ്. രാജ്ഭവൻ എന്ന ബോർഡ് എടുത്തു മാറ്റി ലോക് ഭവൻ എന്ന പുതിയ ബോർഡ് സ്ഥാപിച്ചു. രാജ്ഭവൻ ലോക് ഭവൻ ആയതോടെ കൊളോണിയൽ മുഖച്ഛായ മാറുകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. ഹോം മിനിസ്റ്ററുടെ നിർദ്ദേശപ്രകാരമാണ് എല്ലാ രാജ്ഭവന്റെയും പേരുകൾ മാറുന്നു. അതെല്ലാം ലോക് ഭവനാകുന്നു. ജനങ്ങൾ വരുന്ന സ്ഥലം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഫലവും ഇല്ലാതാകണം എന്ന് വിശ്വസിക്കുന്ന രീതിയിലാണ് ഇത് നടപ്പിലാക്കിയിരിക്കുന്നത്. രാജ്ഭവൻ ലോക് ഭവനായപ്പോൾ കവടിയാറിലെ കവാടത്തിലും മാറ്റങ്ങൾ പ്രതിഫലിച്ചിരിക്കുന്നു. മേൽവിലാസം പതിച്ച പഴയ ബോർഡിലെ അശോകസ്തംഭവും സത്യമേവ ജയതേ എന്ന ആപ്തവാക്യവും അതുപോലെയുണ്ടെങ്കിലും പഴയ പേരിലുള്ള കേരളം രണ്ടാമതായി. ഇപ്പോൾ കേരള രാജ്ഭവൻ ലോക് ഭവൻ കേരള. ഗവർണറുടെ വസതി പൊതു ഇടമാണെന്നും ആ അർത്ഥത്തിലാണ് പൊതുജനങ്ങളുടെ പക്ഷത്തു നിന്ന് ലോക് ഭവൻ എന്ന് പേരിട്ടതെന്നും ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. Colonial hangover, we used to use Raj Bhavan and all those Rajpath, all those words. Now the government of India has already decided, and we all are following that, the Raj Bhavans will be known as Lok Bhavan because it is a people's Bhavan, it is public Bhavan. So that is why we have renamed it as Lok Bhavan. പഴയ ബോർഡിന്റെ പേര് കൊത്തിവെച്ചതെങ്കിൽ പുതിയതിൽ ഓരോ അക്ഷരവും പ്രത്യേകമായി സ്ഥാപിച്ചിരിക്കുന്നു. ലോക് ഭവനിൽ ആദ്യമായി താമസിക്കാനെത്തുന്ന വിശിഷ്ടാതിഥി രാഷ്ട്രപതിയാണ്. നാവികസേനാ ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായി എത്തിയ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഇന്ന് ലോക് ഭവന്റെ ആതിഥ്യം സ്വീകരിക്കും. കേരള രാജ്ഭവൻ ഇനി ചരിത്രം. ലോക് ഭവൻ കേരളയ്ക്ക് മുന്നിൽ നിന്നും ക്യാമറമാൻ അഭിലാഷ് തൊഴുവങ്കോടിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 തിരുവനന്തപുരം. ലോക് ഭവനിലെ ആദ്യത്തെ അതിഥിയായി രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തിക്കഴിഞ്ഞു. അപ്പോൾ എന്തായാലും അതിഥിയായി ഈ പേര് മാറിയപ്പോൾ ആദ്യമായിട്ട് അതിഥിയായി എത്താൻ ഭാഗ്യം കിട്ടിയത് നമ്മുടെ രാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതി ലോക് ഭവനിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ ശക്തിയും അച്ചടക്കവും സൗന്ദര്യവും പ്രകടമാക്കി ഓപ്പറേഷൻ ഡെമോ 2025. ശംഖുമുഖത്തെ കടലും ആകാശവും ഒരുപോലെ നാവികസേനയുടെ അഭ്യാസ പ്രകടനങ്ങളുടെ വേദിയായി. സേനയുടെ അഭിമാനമായ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് ഉൾപ്പെടെ നേവി ദിനാഘോഷത്തിന്റെ ഭാഗമായി. ഇന്ത്യൻ നാവികസേനയുടെ അഭിമാനം INS വിക്രാന്തിൽ നിന്ന് പറന്നുയർന്ന MiG-29K വിമാനം ആവേശം വാനോളമുയർത്തി. ശംഖുമുഖം തീരത്തെത്തിയ രാഷ്ട്രപതിക്ക് അഭിവാദ്യവുമായി ആദ്യമെത്തിയത് MH-60 ഡോണിയർ വിമാനങ്ങൾ. പിന്നാലെ INS കൊൽക്കത്ത, INS കമാൽ, INS ഉദയഗിരി എന്നീ പടക്കപ്പലുകൾ രണ്ടു വശങ്ങളിൽ നിന്നെത്തി. പിന്നാലെ 3 ചേതക് വിമാനങ്ങളുടെയും 5 ബോംബർ വിമാനങ്ങളുടെയും ഫോർമേഷൻ. കടലിൽ ബന്ദികളാക്കപ്പെട്ടവരെ രക്ഷപ്പെടുത്തുന്ന കമാൻഡോ ഓപ്പറേഷൻ. INS വിപുലിന്റെയും INS വിദ്യുത്തിന്റെയും വരവ്. പടക്കപ്പലുകളിൽ നിന്ന് മിസൈൽ വർഷം. പിന്നാലെ മറൈൻ കമാൻഡോകൾ പാരച്യൂട്ടിൽ തീരത്ത് പറന്നിറങ്ങി. പടക്കപ്പലുകളായ INS ഇംഫാലിലും INS കൊൽക്കത്തയിലും ഹെലികോപ്റ്ററുകൾ പറന്നിറങ്ങിയതും അപൂർവ കാഴ്ചയായി. അഭിമാന നിമിഷമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. People of India are grateful to the men and women of Indian Navy for their service to the nation. We are proud of each one of you.
ഗവർണർ രാജേന്ദ്ര അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരും ഓപ്പറേഷൻ ഡെമോയുടെ ഭാഗമായി. 24 തിരുവനന്തപുരം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ഇനി ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഉൾപ്പെടുത്തി ന്യൂസ് എക്സ്പ്രസ് തുടങ്ങുന്നു. ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുകൾ നിരത്തി മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്ത പ്രോസിക്യൂഷൻ. പ്രതി സ്ഥിരം കുറ്റവാളിയെന്ന് പ്രോസിക്യൂഷൻ. കൂടുതൽ പരാതികളുണ്ടെന്നും അന്വേഷണ സംഘം. ഗർഭചിത്രത്തിനും യുവതിയുടെ നഗ്നചിത്രം പകർത്തി ഭീഷണിപ്പെടുത്തിയതിനും തെളിവുകളുണ്ടെന്നും SIT. CPM BJP രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് പ്രതിഭാഗം. മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെയും വാദം നടക്കും. അറസ്റ്റ് തടയാതെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പുതിയ പരാതിയിലും പോലീസ് കേസെടുത്തു. ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ക്രൈംബ്രാഞ്ച്. ആദ്യ പരാതി അന്വേഷിക്കുന്ന പ്രത്യേക സംഘം തന്നെ ഈ കേസും അന്വേഷിക്കും. KPCC പ്രസിഡന്റിന് യുവതി അയച്ച പരാതി പോലീസിനെ കൈമാറുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി എഴുത്തുകാരിയും KPCC സാംസ്കാരിക സാഹിതി ജനറൽ സെക്രട്ടറിയുമായ MA ഷഹനാസ്. രാഹുൽ തന്നോട് മോശമായി പെരുമാറി. മോശം സന്ദേശം അയച്ച കാര്യം ഷാബി പറമ്പിലിനെ അറിയിച്ചു. സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ കുറവായതുകൊണ്ട് ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നമ്മുടെയൊക്കെ പെൺകുട്ടികൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവനെ പോലെയുള്ള ഒരാളെ നിങ്ങൾ പ്രസിഡന്റ് ആക്കരുത് എന്ന് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാലോ, ഷാഫി പറമ്പിൽ ഇന്നിവിടെ ഉള്ള MP നമ്മുടെ കൂടെയുള്ള ആളാണല്ലോ, അദ്ദേഹത്തിനോട് ചോദിക്കൂ. അദ്ദേഹം നിരാകരിക്കുകയാണെങ്കിൽ അതിന്റെ തെളിവ് ഞാൻ കാണിക്കാം. ഷാഫി പ്രസിഡന്റായിരിക്കെ യൂത്ത് കോൺഗ്രസിലെ നിരവധി പെൺകുട്ടികൾ രാഹുലിനെതിരെ പരാതി പറഞ്ഞിട്ടുണ്ട്. രാഹുലിനെ അധ്യക്ഷനാക്കരുതെന്ന മുന്നറിയിപ്പിന് പുച്ഛവും പരിഹാസവുമായിരുന്നു ഷാഫിയുടെ മറുപടിയെന്നും MA ഷഹനാസ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് മേൽ സമ്മർദ്ദം. ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടും തീരുമാനം വൈകിപ്പിച്ച KPCC. പാർട്ടി ഒരിക്കലും പ്രതിരോധത്തിലല്ല. പാർട്ടി നടപടിയെടുത്തില്ലായിരുന്നെങ്കിൽ പാർട്ടി പ്രതിരോധത്തിലായത്. നമ്മൾ അന്വേഷിച്ച് നമ്മൾ ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് പാർട്ടി എടുക്കും. ഉചിത സമയത്ത് നടപടിയെന്ന് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും. രാജി ആവശ്യപ്പെട്ട് വനിതാ നേതാക്കൾ രംഗത്ത്. പ്രയാസകരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള അഭിപ്രായം ഞാനിവിടെ ആവർത്തിക്കുക. എൻ്റെ ഒരു സ്ത്രീയായിട്ടുള്ളതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നമുക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. അത് മസ്റ്റ് ആയിരിക്കുക. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ മേലെയുള്ള പരാതി കുറേ ആയിരിക്കുക. രാജി അനിവാര്യമെന്ന് VM സുധീരൻ. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായെന്ന് K മുരളീധരൻ. അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. അപ്പോൾ മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കുന്നു. അത് പീഡനമെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ. അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ തുടർ നടപടികൾ ഉണ്ടായേനെ. അത് ഞങ്ങൾ നിയമത്തിന് വിടുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വിവാദ പരാമർശവുമായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. പോലീസ് കസ്റ്റഡിയിലും നിരാഹാരം തുടരുമെന്ന് രാഹുൽ ഈശ്വർ. എത്ര ദിവസം വേണമെങ്കിലും മുമ്പോട്ട് പോകും. കാര്യം നമ്മുടെ നീതിക്ക് വേണ്ടിയാണ്, സത്യത്തിന് വേണ്ടിയാണ് പോരാടുന്നത്. പോലീസ് എനിക്ക് നോട്ടീസ് തന്നു, കോടതി കള്ളം പറഞ്ഞു. ആലോചിച്ച് നോക്കൂ, കോടതിയിൽ പോലീസ് രേഖാമൂലം കള്ളം പറഞ്ഞു. രാഹുൽ ഈശ്വർ ജോലി ചെയ്തിരുന്ന ടെക്നോ പാർക്കിലെ ഓഫീസിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേന 12 മാവോയിസ്റ്റുകളെ വധിച്ചു. 3 ജവാന്മാർക്ക് വീരമൃത്യു. സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളുമായി ഏറ്റുമുട്ടലുണ്ടായത് ബിജാപൂർ വനമേഖലയിൽ. ജവാന്മാർ വീരമൃത്യു വരിച്ചത് മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷൻ സംയുക്ത സംഘത്തിനെതിരെയുണ്ടായ ആക്രമണത്തിൽ. ഈ പ്രദേശത്ത് രൂക്ഷമായ ഏറ്റുമുട്ടൽ തുടരുകയാണ്. രാജ്യത്തിന്റെ കടൽ കരുത്തിന് സാക്ഷ്യം വഹിച്ച ശംഖുമുഖം. നാവികസേനാ ദിനത്തിന്റെ ഭാഗമായുള്ള ഓപ്പറേഷൻ ഡെമോ അഭ്യാസ പ്രകടനങ്ങൾ ശംഖുമുഖത്ത് നടന്നു. INS വിക്രാന്ത് ഉൾപ്പെടെ 19 യുദ്ധക്കപ്പലുകളും അന്തർവാഹിനിയും അണിനിരന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യ അതിഥിയായിരുന്നു. ചടങ്ങിൽ പങ്കെടുത്ത ഗവർണറും മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ. അതിനിടെ VIP പവലിയനിൽ അപകടമുണ്ടായി. ഇരുമ്പ് കമ്പി വീണ് ഒരാൾക്ക് പരിക്കേറ്റു. PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രത്തിനും കേരളത്തിനുമിടയിൽ പാലമായത് ജോൺ ബ്രിട്ടാസ് MP എന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ വെളിപ്പെടുത്തൽ.
My dear friend John Brittas, I am very thankful to him. He created the bridge between government of Kerala and government of India. They agreed to sign the PM Shri MOU. Later on, what compelled them, I don't know. പദ്ധതിയിൽ ഒപ്പുവെച്ച ശേഷം എന്ത് സംഭവിച്ചെന്ന് തനിക്ക് അറിയില്ലെന്നും കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തടഞ്ഞുവെച്ച ഫണ്ടിനായി നിവേദനം നൽകുക മാത്രമാണ് ചെയ്തതെന്ന ജോൺ ബ്രിട്ടാസ് സംബന്ധിച്ച് അദ്ദേഹത്തിന് നിരവധി നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്, തർക്കമില്ല കാര്യത്തിൽ. അത് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ദൗത്യവും എൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന ആളല്ല ബ്രിട്ടാസ് എന്ന GR അനിൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം പൂർത്തിയാക്കാൻ 1.5 മാസം കൂടി അനുവദിച്ച് ഹൈക്കോടതി. SIT അന്വേഷണത്തിൽ ഹൈക്കോടതിക്ക് തൃപ്തി. ശാസ്ത്രീയ പരിശോധനാ ഫലം അടുത്തയാഴ്ച ലഭിക്കുമെന്ന അന്വേഷണ സംഘം കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. വാസുവിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. സ്വർണ്ണക്കൊള്ളക്കേസിലെ FIR ആവശ്യപ്പെട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ പുതിയ ഹർജി നൽകാൻ EDക്ക് ഹൈക്കോടതി നിർദ്ദേശം. പുതിയ ഫോണുകളിൽ സഞ്ചാർ സാഥി ആപ്പ് പ്രീ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന നിബന്ധനയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറി. നടപടി പൗരന്മാരെ നിരീക്ഷിക്കാനുള്ള കേന്ദ്ര നീക്കമെന്ന വിമർശനത്തിന് പിന്നാലെ ആപ്പിൾ ഉൾപ്പെടെ കമ്പനികളും എതിർപ്പ് അറിയിച്ചിരുന്നു. ജനങ്ങളുടെ സൈബർ സുരക്ഷ മാത്രമായിരുന്നു ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നാളെ ഡൽഹിയിലെത്തും. മോദി പുടിൻ നിർണായക ചർച്ചകൾക്ക് വേദിയൊരുങ്ങുന്നു. തന്ത്രപ്രധാന വാണിജ്യ നയതന്ത്ര കരാറുകളിൽ നാളെ ഒപ്പുവയ്ക്കും. തലസ്ഥാനത്ത് സുരക്ഷ ശക്തമാക്കി. ഇന്ത്യയുടെ 2020 ടീമിൽ സഞ്ജു സാംസൺ തുടരും. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയ്ക്കുള്ള ടീമിൽ മലയാളി താരത്തെയും ഉൾപ്പെടുത്തി. പരിക്ക് ഭേദമായ ഹാർദിക് പാണ്ഡ്യയെ തിരിച്ചെത്തി. ശാരീരികക്ഷമത വീണ്ടെടുത്താൽ ശുഭ്മാൻ ഗില്ലിനും കളിക്കാം. Present the brand new T20 jersey to the two players, the defending captain and the next cup ahead ke hum jayenge. 2020 ലോകകപ്പിനുള്ള ടീം ഇന്ത്യയുടെ ജേഴ്സി പുറത്തിറക്കി BCCI. ആശുപത്രി കിടക്കയിൽ വിവാഹിതയായ ആലപ്പുഴ കൊമ്മാടി സ്വദേശിനി ആവണി ആശുപത്രി വിട്ടു. ഒരുപാട് പേരുടെ നന്ദിയുണ്ടെന്നും ആത്മവിശ്വാസം വർദ്ധിച്ചെന്നും ആവണി. എനിക്കറിയാം, ഇന്നറിയാത്തവരും ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അറിയാം. എല്ലാവർക്കും എന്നെ അറിയാത്തവരും ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് എൻ്റെ 2 ഫാമിലിയുടെയും പേരിലും ഒരുപാട് താങ്ക്സ്. ചികിത്സയ്ക്കാണ് പ്രാധാന്യം നൽകുന്നതെന്ന ഭർത്താവ് ഷാരോൺ. ആവണിക്ക് അപകടത്തിൽ പരിക്കേറ്റത് വിവാഹ ദിനത്തിൽ. ചികിത്സയിലിരിക്കെ വിവാഹം നടന്നത് കൊച്ചി VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. സംസ്ഥാനത്തെ വാഹന അപകടങ്ങളിൽ കാൽനട യാത്രക്കാരുടെ മരണനിരക്കിൽ ആശങ്കാജനകമായ വർധനവ്. കാൽനട യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ കണ്ടെത്തിയത് 1232 നിയമലംഘനങ്ങൾ. നിയമലംഘകരിൽ നിന്ന് 2 ലക്ഷത്തിലേറെ പിഴയും ഈടാക്കി. ഗവർണറുടെ ഔദ്യോഗിക വസതിയുടെ പേര് മാറ്റിയുള്ള പുതിയ ബോർഡ് കവടിയാർ സ്ഥാപിച്ചു. രാജ്ഭവൻ എന്നത് മാറ്റി ലോക് ഭവൻ എന്ന ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. Government of India has already decided, and we all are following that, the Raj Bhavans will be known as Lok Bhavan because it is a people's Bhavan. It is public Bhavan. So that is why we have renamed it as Lok Bhavan. രാജ്ഭവൻ ലോക് ഭവൻ ആയതോടെ കൊളോണിയൽ മുഖച്ഛായ മാറുകയാണെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. ഡിഡ്വ ചുഴലിക്കാറ്റ് ദുർബലമായി. പക്ഷേ തമിഴ്നാടിന്റെ തീരമേഖലകളിൽ കനത്ത മഴ തുടരുകയാണ്. തിരുവള്ളൂരിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ചെന്നൈ പുരസവാക്കത്ത് കെട്ടിടമിടിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. ശ്രീലങ്കയിൽ മരണം 465ആയി. 366 പേരെ കാണാനില്ല. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ക്രിസ്മസും പുതുവത്സരവും പ്രമാണിച്ച് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം നേരത്തെയാക്കി. ഈ മാസം 15 മുതൽ വിതരണം ചെയ്യും. നൽകുന്നത് വർദ്ധിപ്പിച്ച തുകയായ 2000 രൂപ വീതം. 1045 കോടി രൂപ അനുവദിച്ച് ധനവകുപ്പ്. ശബരിമല ശ്രീകോവിലിന് മുന്നിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ മാധ്യമങ്ങൾക്ക് നിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി. ദൃശ്യങ്ങളെടുക്കാൻ അനുമതിയുള്ള 3 ദിവസം ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ ചിത്രീകരണം വേണം. ചീഫ് പോലീസ് കോർഡിനേറ്റർ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു.
കൊച്ചി നെടുമ്പാശ്ശേരിയിൽ ക്രൂര കൊലപാതകം. സ്വത്തിനു വേണ്ടി മകൻ അമ്മയെ കൊല്ലപ്പെട്ടത് മാനസിക വെല്ലുവിളി നേരിടുന്ന 58-കാരി. മകൻ അറസ്റ്റിലായി. കൊലപാതക വിവരം പുറത്തു വന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. ജാർഖണ്ഡിൽ വൻ രാഷ്ട്രീയ മാറ്റത്തിന് കളമൊരുങ്ങുന്നതായി സൂചന. മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ BJP നേതാക്കളുമായി ചർച്ച നടത്തിയതായി റിപ്പോർട്ട് വരുന്നു. എന്നാൽ വാർത്ത തള്ളി കോൺഗ്രസ്. ഹേമന്ത് സോറനുമായി ചർച്ച നടത്തിയെന്നും ഇന്ത്യ സഖ്യം ചില പോലെ ഉറച്ചു നിൽക്കുമെന്നും KC വേണുഗോപാൽ. കർണാടകയിലെ മുഖ്യമന്ത്രി തർക്കത്തിന് പരിഹാരമായില്ല. ബംഗളൂരുവിൽ എത്തിയ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സിദ്ധരാമയ്യയുമായും DK ശിവകുമാറുമായും ചർച്ച നടത്തി. രാഷ്ട്രീയത്തിൽ ആരുടെയും അധികാരം ശാശ്വതമല്ലെന്ന മന്ത്രി സതീഷ് ജർക്കിഹോളി. ക്ഷേത്രങ്ങളിലെ തിരക്ക് നിയന്ത്രിക്കാൻ സ്വകാര്യ അംഗരക്ഷകർ വേണ്ടെന്ന് ഹൈക്കോടതി. നടപടി തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഭക്തരെ നിയന്ത്രിക്കാൻ ബൗൺസേഴ്സിനെ ചുമതലപ്പെടുത്തിയതിനെതിരെയുള്ള ഹർജിയിൽ. ദൗർഭാഗ്യകരമായ സംഭവമെന്നും ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നും കോടതി. 24 എക്സ്ക്ലൂസീവ്. വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് സംസ്ഥാനത്ത് വൻ തട്ടിപ്പ്. വ്യാജ വിസ പ്രിന്റ് ചെയ്ത് നൽകി തട്ടിപ്പുണ്ടാക്കുന്നു എന്ന പരാതി. 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. സംഘം കവർന്നത് കോടികൾ. സാധാരണ എല്ലാവരും വിസ തരാതെ പറ്റിക്കുമ്പോൾ ഇവൻ എന്നെ വിസ തന്നാണ് പറ്റിച്ചത്. സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളെ വീഡിയോ കോൾ വിളിച്ചു, അല്ലാതെ ഫോട്ടോയോ അയച്ചു തന്നെ. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി വിസ, സാധാരണ എങ്ങനെയാണോ വിസ വരുന്നത് അതുപോലെ വിസ വന്നു. ആ ഒരു ഒറ്റ തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഈ പൈസ മൊത്തം നമ്മൾ കൊടുത്തത്. ഇത് എയർപോർട്ടിൽ ചെല്ലുമ്പോഴാണ് ഇങ്ങനെ ഒരു വിസ ഇല്ലാന്നും അറിയുന്നത് തന്നെ. ഇതിന്റെ പിന്നിൽ വൻ ശൃംഖല എന്ന ഇരയായ ഇടനിലക്കാരൻ ശരത്ത് 24നോട്. കോഴിക്കോട് കാരശ്ശേരി സഹകരണ ബാങ്ക് ക്രമക്കേട് നടപടി. ബാങ്ക് ചെയർമാനും KPCC അംഗവുമായ NK അബ്ദുറഹ്മാനെ കോൺഗ്രസ് നിന്ന് പുറത്താക്കി. KPCCയുടെ നടപടി ബാങ്ക് ഭരണം അട്ടിമറിക്കാൻ CPIയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന DCC റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. NK അബ്ദുറഹ്മാൻ ചെയ്ത കൊടും ചതിയെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ. അടിമാലി ആനച്ചാലിലെ സ്കൈ ഡൈനിങ് പ്രവർത്തിച്ചത് അനുമതിയില്ലാതെയെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്. അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ വീഴ്ചയാണ്. ജില്ലയിലെ സാഹസിക വിനോദ കേന്ദ്രങ്ങളിൽ പരിശോധനയുണ്ടാകും. സാഹസിക വിനോദങ്ങൾക്ക് അനുമതി നൽകാൻ ജില്ലാ തലത്തിൽ വിദഗ്ധ സമിതി നിയോഗിക്കുമെന്നും കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്. ഡൽഹി ചാവേർ ആക്രമണ കേസിൽ മുതിർന്ന അഭിഭാഷകൻ മാധവ് ഖുറാന പ്രത്യേക പബ്ലിക് പ്രോസിക്യൂട്ടറാകും. നിയമനം 3 കൊല്ലത്തേക്ക്. NIA പ്രത്യേക കോടതിയിലും ഡൽഹി ഹൈക്കോടതിയിലും പ്രോസിക്യൂഷനു വേണ്ടി മാധവ് ഖുറാന ഹാജരാകും. കേസിൽ NIAയുടെ അന്വേഷണം തുടരുകയാണ്. ഡൽഹിയിൽ വായു മലിനീകരണം രൂക്ഷമായി തുടരുന്നു. വായു ഗുണനിലവാര സൂചിക വീണ്ടും 400 മുകളിലായി. മലിനീകരണം നിയന്ത്രിക്കുന്നതിന് കർശന നടപടികൾ സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം. പൊടി നിയന്ത്രണത്തിനും നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും നടപടി. നിയമലംഘനം നടത്തുന്നവരെ പിടികൂടാൻ പ്രത്യേക പെട്രോളിംഗ്. യുക്രൈൻ വിഷയത്തിൽ നടന്ന റഷ്യ അമേരിക്ക ചർച്ച പരാജയപ്പെട്ടു. ഭൂമി കൈമാറ്റ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടായില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഉപദേഷ്ടാവ്. ചില അമേരിക്കൻ നിർദ്ദേശങ്ങൾ സ്വീകാര്യമെങ്കിലും കൂടുതൽ ചർച്ചകൾ വേണമെന്ന റഷ്യ. ചർച്ചകളിൽ പുരോഗതി ഉണ്ടെങ്കിൽ മാത്രമേ ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിൻ കൂടിക്കാഴ്ച ഉണ്ടാകൂ എന്ന സൂചന. പഞ്ചായത്ത് ലോട്ടിന് ഇനി 7 നാൾ. പഞ്ചായത്ത് ലോട്ട് കോ-സ്പോൺസേഡ് ബൈ വോക്കർ ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ. NDAയുടെ തിരുവനന്തപുരം ഒളിമ്പിക്സ് വേദി വാഗ്ദാനത്തിൽ വിശദീകരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്തിന്റെ സാമ്പത്തിക സമാഹരണത്തിലുള്ള വലിയ ആയുധമെന്നാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ NDA പുറത്തിറക്കിയ പ്രകടന പത്രികയിലാണ് ഈ വാഗ്ദാനമുണ്ടായി. ഈ വാഗ്ദാനത്തെ ചൊല്ലി BJP CPM വാക്പോര് തുടരുകയാണ്. 2036 ഇന്ത്യയിൽ നടക്കുന്ന ഒളിമ്പിക്സിന്റെ ഒരു വേദി കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ച തിരുവനന്തപുരത്തേക്ക് എത്തിക്കുമെന്നായിരുന്നു കോർപ്പറേഷനിൽ NDA പുറത്തിറക്കിയ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ ശ്രദ്ധേയം. കായിക മാമാങ്കത്തിന് തലസ്ഥാന നഗരി വേദിയാക്കുമെന്ന BJPയുടെ വാഗ്ദാനത്തെ മന്ത്രി V ശിവൻകുട്ടിയടക്കം തള്ളി. ജനങ്ങളെ കബളിപ്പിക്കാനുള്ള പച്ചക്കള്ളമെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ഇതോടെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മറുപടിയുമായി എത്തിയത്. ഒളിമ്പിക്സ് കൊണ്ട് ഞങ്ങൾക്കെന്ത് കാര്യം എന്ന് ഇന്ത്യയിലെ ഒരു പൗരൻ പോലും ചിന്തിക്കില്ല. ഓരോ പൗരനും ഒളിമ്പിക്സ് ഇന്ത്യയിൽ വരുന്നത് കൊണ്ട് കാര്യമുണ്ട്. സജ്ജമല്ല, ഞങ്ങൾക്ക് സജ്ജമാക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്ന പ്രഖ്യാപനം കൂടി സംസ്ഥാന അധ്യക്ഷന്റെ സ്വപ്നത്തെ അവഹേളിച്ചുകൊണ്ട് ഇവിടുത്തെ ഒരു മന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നിങ്ങൾക്ക് അതിനെയാണ് മീറാൻ സാധിക്കേണ്ടത് ഇത്തവണ. 2036 ഒളിമ്പിക്സിൽ തലസ്ഥാനം വേദിയായാൽ ഇപ്പോഴത്തെ തിരുവനന്തപുരം സജ്ജമല്ല. അത്തരത്തിൽ സജ്ജമാക്കുമെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതിനെ മന്ത്രി തള്ളിപ്പറഞ്ഞെങ്കിൽ അവർക്ക് അധികകാലം ഇവിടെ തുടരാൻ സാധിക്കില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. 24 തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക്. പോസ്റ്റ്മാൻ, KSRTC ഡ്രൈവർ, വീഡിയോ എഡിറ്റർ, തടിപ്പണിക്കാരൻ, ഒടുവിലിതാ സ്ഥാനാർത്ഥി. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര കോട്ടവട്ടം നോർത്ത് വാർഡിലെ സ്ഥാനാർത്ഥിയായ അബി ശശിധരന് ഒരുപാട് വേഷങ്ങൾ കെട്ടിയാടുന്നുണ്ട്. ലക്ഷ്യം നാട്ടുകാരുടെ ക്ഷേമം മാത്രമാണ്. ശശിധരന്റെ കഥയിലേക്ക്. കോട്ടവട്ടത്തുകാർക്ക് അബി ശശിധരൻ വെറുമൊരു സ്ഥാനാർത്ഥിയല്ല, കത്തുമായി വീട്ടിലെത്തിയിരുന്ന പോസ്റ്റ്മാൻ, നാട്ടിലൂടെ ഓടുന്ന ആനവണ്ടിയുടെ ഡ്രൈവർ, എല്ലാത്തിലുമുപരി നാട്ടുകാരുടെ ഏതൊരാവശ്യത്തിനും വിളിപ്പുറത്തെത്തുന്നവൻ. ഒരു വിഷ്വൽ എഡിറ്റർ ആവണമെന്നായിരുന്നു ആഗ്രഹം. പ്രൊഫഷനായി എഡിറ്റിംഗ് തന്നെ തെരഞ്ഞെടുത്തു. പക്ഷേ അച്ഛൻ്റെ മരണശേഷം വീട്ടിലെ പ്രാരാബ്ദങ്ങളെ മറികടക്കാൻ അച്ഛൻ ചെയ്തിരുന്ന ജോലി ഏറ്റെടുക്കേണ്ടി വന്നു. അങ്ങനെ തടിപ്പണിക്കാരനായി. എന്തു ജോലി ചെയ്യാനും മടിയില്ലാത്ത അബിക്ക് നാട്ടുകാര്യങ്ങളും വീട്ടുകാര്യം പോലെ പ്രധാനം. വായനശാലയുടെയും ക്ലബിൻ്റെയും എല്ലാം പ്രവർത്തനങ്ങളിൽ മുൻനിരയിലുണ്ട്. സംഘടനാ പ്രവർത്തനത്തിനിടെ കശുവണ്ടി തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ പാർട്ടി അനിശ്ചിതകാല സമരത്തിന് ആഹ്വാനം ചെയ്തപ്പോൾ തൊഴിലാളികൾക്കായി ആരു നിരാഹാരം കിടക്കുമെന്നായി. കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അബി തന്നെ ദൗത്യം ഏറ്റെടുത്തു. സമരം വിജയം കണ്ടു. കാലങ്ങൾ കഴിഞ്ഞ KSRTC വളയം പിടിക്കാൻ അവസരം ലഭിച്ചതോടെ സ്വന്തം നാട്ടിലൂടെ നാട്ടുകാരുമായി യാത്ര ചെയ്യണമെന്നായി ആഗ്രഹം. മണ്ഡലത്തിന്റെ പ്രതിനിധി കൂടിയായ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെ ആഗ്രഹമറിയിച്ചതോടെ അതും സാധ്യമായി. നാട്ടുകാരും കൂട്ടുകാരും നിർബന്ധിച്ചതോടെയാണ് സ്ഥാനാർത്ഥി കുപ്പായം അണിഞ്ഞത്. ഞാനൊരു പ്രാദേശിക ചാനലായിരുന്നു ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ താൽക്കാലികമായിട്ട് ഈ തപാൽ വകുപ്പിലൊരു പോസ്റ്റ്മാൻ്റെ വേക്കൻസിയിൽ എന്നെ നിർദ്ദേശിച്ച് അങ്ങനെ ഒരു 5-6 വർഷം അവിടെ ജോലിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്തതിന് ശേഷമാണ് KSRTCയിൽ ബദലി ജീവനക്കാരനായിട്ട് നിയമിക്കുന്നത്. അപ്പം അത് ഏകദേശം കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്ത് പോയി. അതിന് ശേഷമാണ് ഇപ്പം എൻ്റെ നാടിനെ നയിക്കാനായിട്ട് എൻ്റെ പാർട്ടിയും എൻ്റെ നാട്ടുകാരും എന്നെ നിയോഗിച്ചേക്കുന്നത്. അതിലേക്ക് ഒരു ആത്മാർത്ഥമായ പരിശ്രമം എല്ലാവരും ഒത്തൊരുമിച്ച് ഇപ്പോൾ എടുക്കുന്നുണ്ട്. അതിൻ്റെ പുറകെയാണ് ഞാനിപ്പോൾ. വെട്ടിക്കവല പഞ്ചായത്തിലെ കോട്ടവട്ടം നോർത്ത് വാർഡ് 13-ലാണ് അബി ശശിധരൻ ജനവിധി തേടുന്നത്. മന്ത്രി ഗണേഷ് കുമാറിന്റെ പാർട്ടിയായ കേരള കോൺഗ്രസ് ബിയുടെ സ്ഥാനാർത്ഥി. വളയം തിരിച്ച വഴികളിലൂടെയും കത്തുമായി കയറിയിറങ്ങിയ വീടുകളിലൂടെയും സ്ഥാനാർത്ഥിയായി കയറിയിറങ്ങുമ്പോൾ നാട്ടുകാർ പകരുന്ന സ്നേഹവും ഉറപ്പും വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ 28-കാരൻ. 24 കൊട്ടാരക്കര. പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക്. വിവാഹ ദിവസം വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ ആശുപത്രിയിൽ വെച്ച് താലി ചാർത്തിയ ആവണി ആശുപത്രി വിട്ടു, ഡിസ്ചാർജായി. ആത്മവിശ്വാസം വർദ്ധിച്ചുവെന്നും കൊച്ചി VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിന് ബിഗ് സല്യൂട്ട് എന്നും ആവണിയുടെ ചികിത്സയ്ക്കാണ് പ്രാധാന്യം നൽകുന്നതെന്ന് ഭർത്താവ് ഷാരോൺ പറഞ്ഞു. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ പ്രൈം ടൈം പൂർത്തിയാക്കുന്നു. ആവണി നല്ല സന്തോഷമായിട്ട് കഴിയട്ടെ ഭർത്താവിനൊപ്പം. സന്തോഷമുള്ള കാര്യം നല്ല കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ഗുഡ് ബൈ. പുഞ്ചിരിയോടെയാണ് മടക്കം. നഷ്ടപ്പെടുമെന്ന് കരുതിയ ജീവിതം തിരികെ നൽകിയവർക്ക് സ്നേഹവും കടപ്പാടും ഒറ്റവാക്കിലൊതുക്കി. ലേക്ക് ഷോർ ഹോസ്പിറ്റലിന് എൻ്റെ ഒരു ലൈഫ് എന്തായാലും ഇപ്പൊ ഇവിടെയാണ്. ബിഗ് താങ്ക്സ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഓൾ പ്രേയേഴ്സ്. മുന്നോട്ടുള്ള ജീവിതത്തിന് ആത്മവിശ്വാസം പകരുന്ന ദിനങ്ങളായിരുന്നു കടന്നുപോയതെന്ന് ആവണി പറഞ്ഞു. ആരോഗ്യസ്ഥിതി പൂർണ്ണമായും വീണ്ടെടുക്കാൻ ഫിസിയോതെറാപ്പി തുടരും. വിവാഹാഘോഷം വിപുലമായി നടത്തുന്നത് ബന്ധുക്കളുമായി ആലോചിക്കുമെന്ന് ഭർത്താവ് ഷാരോൺ. ആവണി ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കസിൻസ് എല്ലാവരും തീരുമാനിക്കുന്നുണ്ട് ഒരു ചെറിയൊരു ഫംഗ്ഷൻ. ആലപ്പുഴ തുമ്പോളിയിൽ കഴിഞ്ഞ 21-നാണ് വിവാഹ ദിനത്തിലെ മേക്കപ്പ് ചെയ്യാനുള്ള യാത്രക്കിടെ ആവണി സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത്. ആദ്യം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആവണിയെ പിന്നീട് VPS ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. വിവാഹ ദിവസം നടന്ന അപകടത്തിൽ മനസാന്നിധ്യം കൈവിടാതെ അത്യാഹിത വിഭാഗത്തിൽ വെച്ച് ഷാരോൺ ആവണിയുടെ കഴുത്തിൽ താലി ചാർത്തിയത് മനസ്സ് നിറയ്ക്കുന്നതായിരുന്നു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.